സോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ കളിച്ച് ഏതാണ്ട് മടുത്ത്. ഇനി വേറെ ഏതെങ്കിലും വീഡിയോ കളിക്കാനാണ് എൻ്റെ ഒരു താല്പര്യം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ തന്നെ ഒരു സീരീസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാനാണ് താല്പര്യമെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് അടിക്കാത്തവരുണ്ട് പ്ലീസ് ഒന്ന് ലൈക്ക് അടിക്കുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട്. ഓക്കെ, അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുക്കേണ്ടി വന്നു. അതായത് കളി തുടങ്ങുന്നതിന് മുന്നേ ചെറുതായിട്ടൊരു ഫൈറ്റ് എടുക്കേണ്ടി വന്നേനു. ഇന്നത്തെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഒറ്റയ്ക്ക് നടക്കുന്നൊരു റാപ്റ്റർ ഉണ്ട്, അവനെ പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിക്കണം. അതാണ് ഇന്നത്തെ ലക്ഷ്യം. അവനെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ ഏതാണ്ട് ഈ ഒരു സ്ഥലത്തേക്ക് പോകേണ്ടി വരും. ഇവിടെ ഏതാണ്ട് ഏരിയയാണ്. ഇവിടെ ഞാൻ ആരെയോ കണ്ടതായിട്ടൊരു ഓർമ്മയുണ്ട്. ടിറക്സ് അല്ല, മറ്റേ ഗിഗനാറ്റോ അങ്ങനെ ആരോ ആണെന്ന് തോന്നുന്നു. നമ്മളധികം വെള്ളത്തിൽ കൂടെ പോകുന്ന ആളായതുകൊണ്ട് സ്പൈനോസോറസിനെ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കണം. വെള്ളത്തിലൂടെയാണല്ലോ നമ്മുടെ അധികം നീക്കങ്ങളും. അതാണല്ലോ ഈ എന്തെങ്കിലും ബാരിയോണിക്സ് ഈ ജന്തുവിൻ്റെ പരിപാടി. അതിൽ ഇതിൻ്റെ ഫുള്ള് ഇതൊന്നും കാണിച്ചു തന്നില്ല. ഇതാണ് സാധനം. ഇതിൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തതാണ്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക, എന്നാലേ മനസ്സിലാവും ഞാൻ ഈ പറയുന്നതിൻ്റെയൊക്കെ എന്താണ് സംഭവം എന്ന്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, വേസ്റ്റ് അതന്നെ വേറൊന്നുമില്ല. പിന്നെ മുന്നിൽ ആരെങ്കിലും കാണാൻ പറ്റിയെങ്കിൽ ഒന്ന് പിടിച്ച് കശാപ്പാക്കണം. ഭക്ഷണമൊന്നുമില്ല, അതാണ് സംഭവം. അതാരത് മുന്നിൽ കൂടെ ഓടുന്നത്? ആരടാ അത്? ഒരു മുന്നിൽ കൂടെ അങ്ങോട്ട് കുറേ എണ്ണം ഉണ്ടല്ലോ. ഓ, ഇത് മറ്റേവന്മാരാ, വെജിറ്റേറിയൻ. ഇന്ന് ഇവർ മാത്രം നയിക്കില്ലല്ലോ, റാപ്റ്റർ ഉണ്ടാകുമല്ലോ ഇവിടെ അടുത്തെവിടെയെങ്കിലും. റാപ്റ്റർ തപ്പി പോകുന്നതിന് മുന്നേ നമുക്ക് ഫുഡ് അടിക്കണം, അല്ലെങ്കിൽ കാര്യം കഥം ഹോകയാവും. ഇവിടെ അലോസോറസ് ഒന്നും ഇല്ലേ? സാധാരണ കഴിഞ്ഞ കളിയിൽ ഒബിയോ റാപ്റ്ററായിട്ട് വന്നപ്പോൾ ഇവിടെ അലോസോറസിനെ കണ്ടീനു. സാധാരണ മൂപ്പര ഏരിയ ആണ്, എന്നാലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഫൈറ്റ് ഇപ്പം എന്തെങ്കിലും കഴിച്ചേ പറ്റൂ. ഇവനെയാ ലോക്കിട്ടത്. ഓക്കെ, ഓനെങ്കിലും ഓന് ആരായാലും കുഴപ്പമില്ല. പിടി കിട്ടി. ഇവിടെ ഇങ്ങാട്ട് പിടി. കിട്ടിയില്ല. ഇവിടെ ഒന്ന് ഓടല്ലടോ, ഒന്ന് നിന്നാടോ. ഇപ്പം കിട്ടി. ഓക്കെ. സ്റ്റാമിന ഒന്നും അധികം എടുക്കേണ്ടി വന്നില്ല. ഫുഡ് കുറവായതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ പിടിച്ചത്, അല്ലെങ്കിൽ ഏതാണ്ട് തീരുമാനമായേനെ. ഇപ്പോൾ റാപ്റ്ററെ പിടിക്കുക മാത്രമല്ല, പറ്റുമെങ്കിൽ നമുക്ക് ടീറക്സുമായിട്ടൊരു ഫൈറ്റ് നോക്കണം. അത് നടക്കുമോ, എത്ര ശതമാനം നടക്കുമെന്ന് എനിക്കത്ര ഉറപ്പൊന്നുമില്ല. എന്തായാലും ഒരു ഫൈറ്റും കൂടെ നോക്കണം. നമ്മളധികം വലിയ ആൾക്കാരുമായിട്ട് ഈ ജന്തുവിനെ വെച്ചിട്ട് ഞാൻ ഇതുവരെ ഫൈറ്റൊന്നും എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ടീറക്സുമായിട്ടൊരു ഫൈറ്റ് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കണം എന്നുള്ളത്. ഓക്കെ, അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും നമുക്ക് നമ്മുടെ ലക്ഷ്യം നോക്കാം. റാപ്റ്റർ എവിടെയാണ് ഉണ്ടാവുക? ഇവിടെ സ്പൈനോസോറസിൻ്റെ ഏരിയ ആണ്. മൂപ്പരാണ് കടപ്പുറത്ത് വന്നിട്ട് പിടിക്കുന്ന പരിപാടിയൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഇവിടെ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം നീങ്ങാൻ, അല്ലെങ്കിൽ അതിൻ്റെ ചിലപ്പോൾ നേരെ പോയി കയറുന്ന അതിൻ്റെ കാലിൻ്റെ ഇടയിലായിരിക്കും. കാണുന്നില്ലല്ലോ ഇവിടെ, ആളൊന്നും ഇല്ലേ? സ്പൈനോസോറസിന് കടലിലേക്ക് പോയാ? പെട്ടെന്ന് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഗെയിം ചെറുതായിട്ടൊന്ന് ക്രാഷായി. അപ്പം അതിനെ തുടർന്ന് പെട്ടെന്നൊന്ന് അതമ്പതിച്ചു പോയതാണ്. അപ്പോൾ വീണ്ടും റീസ്പോൺ ആയിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നടന്നാൽ പെട്ടെന്ന് അവിടെ എത്താം. റാപ്റ്റർ നമ്മളെ കാണാണ്ട് സൂക്ഷിച്ച് ശ്രദ്ധിച്ചൊക്കെ പോയിക്കില്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ വായിച്ചെന്നൊക്കെ ആയിരിക്കും ചെന്ന് പിടുക. അവിടെ റാപ്റ്റേഴ്സ് ഉണ്ട്. അത് ഒരു കൂട്ടം റാപ്റ്റേഴ്സ് അവിടെ ഉണ്ട്. പക്ഷേ ഐറ്റുകളെ പിടിച്ചുകൂടാ. അത് പാക്കായിട്ടുള്ള റാപ്റ്റേഴ്സാണ്. നമുക്ക് ഒറ്റയ്ക്ക് ഒരുത്തനായിട്ട് കിട്ടണം. എന്നാൽ മാത്രമേ പിടിച്ചിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ
നമ്മുടെ കാര്യം കഥം, അല്ലെങ്കിൽ വെള്ളത്തിലാവും തന്നെ പറയാം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവിടെ നിന്ന് കുറേ റാപ്റ്റേഴ്സ് ഓടിക്കളിക്കുന്നുണ്ട്. എന്തായാലും ഇങ്ങോട്ട് വരാനുള്ള സാധ്യത കുറവാണെന്ന് തോന്നുന്നു. നമ്മളെന്തായാലും വെള്ളത്തിൽ നിന്നേ കളിക്കാവൂ. വെള്ളത്തിലൂടെ ആകുമ്പോൾ പെട്ടെന്ന് അവിടെ എത്താനും പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. നേരെ പോയിട്ട് നേരെ എങ്ങോട്ട് വിടുക? സോഴ്സ് ഉണ്ടല്ലോ അവിടെ. ഓ, അതിലൂടെ പോയിക്കൂടാ. അപ്പോൾ ഈ വഴി പിടിക്കാം. ഇതായിരിക്കും സേഫ്. അവിടെ അങ്ങോട്ട് എന്തായാലും ആളുണ്ടാവില്ല. അതുകൊണ്ട് സമാധാനമായിട്ട് പോയി വരാം. അതിന് മുന്നേ ഇവിടെ നിന്ന് എന്തായാലും പോകാൻ നോക്കുകയല്ലേ. വെള്ളം കുടിച്ചേക്കാം. വാട്ടർ കുടി. ഓ, ഫിഷ് ഉണ്ട്. ഞാൻ കണ്ടില്ലല്ലോ. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് പിടിക്കുന്നതെന്ന്. ഓ ഓ ഓ, വെള്ളത്തിൻ്റെ അടിയിലോട്ട് പോകണം. വെള്ളത്തിൻ്റെ അടിയിൽ കാണാം. അതാ അതാ അതാ, കണ്ട കണ്ട. ക്യാച്ച് പൊടി. പൊടി 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 പൊടിക്കടാ. അതാണ്, കണ്ടോ ആയിലിട്ട് ചമയ്ക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പിടി. ഓക്കെ, അത് മതി അത് മതി. ഫുഡ് അതൊക്കെ മതി. ഇതിനെ എന്തായാലും മീൻ പിടിച്ചെങ്കിലും ജീവിക്കാൻ സാധിക്കും. അങ്ങനത്തെ ഒരു എബിലിറ്റി ഉള്ളത് കൊണ്ട് ഇത് രക്ഷപ്പെട്ടു. അല്ലായിരുന്നെങ്കിൽ ഇപ്പം ചത്തേനെ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചിലപ്പം വെള്ളത്തിലൂടെ നീന്തുന്ന ഒരു മുതലേൻ്റെ കട്ടുണ്ടല്ലോ. പോരാത്തതിന് ഗെയിം അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഈ മഞ്ഞൊക്കെ പുതുതായിട്ട് വന്നതാണ്. ഇതൊന്നും ഇല്ല ഇതിന്. ഇപ്പം ഭയങ്കര മഞ്ഞ. ഒന്നും കണ്ണും കൂടെ കാണൂല. എങ്ങോട്ടാണ് പോകേണ്ടത്, എങ്ങോട്ടാണ് തിരിയേണ്ടതെന്നൊന്നും മനസ്സിലാവുന്നില്ല. എങ്ങോട്ടാണ് നമ്മൾ ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? റാപ്റ്ററെ കണ്ടുപിടിക്കാൻ വന്നിട്ട് നമ്മൾ റാപ്റ്റർ ആയില്ലായ. ഒതോ, സ്പൈനോസോറസിൻ്റെ ഏരിയ ആണല്ലോ ഇവിടെ. നേരത്തെ നമ്മളിപ്പോൾ ഇവിടെ വന്നേ ഉള്ളൂ. ടെറിട്ടറിയിൽ നിന്നിട്ട് ഒരുത്തരം കാണുന്നില്ലല്ലോ. ചിലപ്പം ഇവിടെ ഇല്ലേ, ചത്തോ? ആരെയും കൊന്നല്ലോ. കാണാൻ ഇല്ലല്ലോ അല്ലേ? അതാ അവിടെ, അതാ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഒരു നെഗല് മാത്രം കാണുന്നുണ്ട് ദൂരേന്ന്. ഇനി അത് തന്നെ ആണോ എന്നാർക്കറിയാം. ഒന്ന് പോയി നോക്കട്ടെ. അതെന്നാണോ? ഞാനും കാണുന്നില്ല. മൂപ്പര് എന്നെ അതാ 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 ആടുന്ന് ഫൈറ്റ് ഉണ്ട്. ഓഹോ, അങ്ങനെ ആടെ ഉണ്ട്. അതാ സൈഡിലായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അതാ വെള്ളത്തിൽ കൂടെ നീന്തി കളിക്കുന്ന മൂപ്പര്. അപ്പം ഇവിടെ സേഫാണ്. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ആരുമില്ല. നമുക്കെന്നാൽ പിന്നെ ഇവിടെ റാപ്റ്റർ തപ്പാം. റാപ്റ്റർ എവിടെയാണ് ഉള്ളത്? റാപ്റ്റർ മോനാടെ. റാപ്റ്റർ മോൻ ഇവിടെ തന്നെ അല്ലേ ഉള്ളത്? ഈ ടെറിട്ടറി അല്ലേ മാറിപ്പോയ? ടെറിട്ടറി ഇനി അപ്പുറത്തായിരിക്കുമോ? ഓ, കൺഫ്യൂഷൻ. ഒന്നും മനസ്സിലാകുന്നില്ല. അങ്ങോട്ടേനും ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു ബലമായ സംശയം. ഈ ഒരു ഏരിയയിലാണ് റാപ്റ്ററെ കാണാറുള്ളത്. കഴിഞ്ഞ കളിയിലും അങ്ങനെ തന്നെയാണ്. വന്ന് സ്പോണായതും ഏതാണ്ടൊക്കെ ഈ ഒരു മൂലയിൽ തന്നെയാണ്. ഇവിടെ ഉണ്ടാവും, കാണാമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. റാപ്റ്റർ ഇവിടെ ഉണ്ടാണ്. എവിടെ 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 ഇവിടെ എവിടെയും കാണുന്നില്ലല്ലോ. ഇനിയിപ്പോൾ കാണണമെന്നുണ്ടെങ്കിൽ മുതല സോറസിൻ്റെ അടുത്തേക്ക് പോകേണ്ടി വരും. അപ്പോൾ ആഫ്റ്റർ എ ലോങ് ടൈം ഞാൻ അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടില്ല. അതിന് മുന്നേ ഞാനെന്താ പറയാൻ വന്നതെന്ന് വെച്ചാൽ, ഒരു ടീറക്സ് ഉണ്ട് എന്നെ പിടിക്കാൻ ഇങ്ങനെ കളിക്കുന്നത് അവിടെ നിന്ന്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഒരുത്തൻ എന്നെ ഇങ്ങനെ നോട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇനി വന്ന് പിടിക്കുകയോ ഇല്ലയോ എന്നൊന്നും അറിയൂല. അതുകൊണ്ട് ശ്രദ്ധിച്ച് കളിച്ചാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ആയിരിക്കും. ഓ, എന്നെ പിടിക്കാനല്ല. അപ്പോൾ എനിക്ക് തോന്നിയതാ. അപ്പോൾ നമ്മളെന്തായാലും ലക്ഷ്യത്തൊന്നും പിന്മാറുന്നില്ല. നേരെ അങ്ങോട്ടേക്ക് തന്നെ. ഈ ആനക്കുട്ടികളുള്ള ഭാഗത്താണ് ആ റാപ്റ്ററെ കാണാൻ സാധ്യത. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെഗോ മറ്റേത് മറിച്ചത്. അയ്യോ, ആനക്കുട്ടി കള്ളപ്പന്നി. ഹലോ, അതിന് തൊള്ളയിലാനും പോയി കയറി കൊടുക്കുക. ഏതാണ്ട് സ്റ്റെഗോ എല്ലാം ഇവിടെ നിന്ന് ഇങ്ങനെ നിരങ്ങി കളിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഈ കാട്ടിൻ്റെ ഉള്ളിലാണ് പോകേണ്ടത്. ഈ കാടുണ്ടല്ലോ, ഇവിടേക്കാണ് നമ്മൾ പോകേണ്ടത്. ഈ ആനക്കുട്ടികൾ വരുന്ന ഭാഗത്തു നിന്നാണ് ഇതിനെല്ലാം കാണാറുള്ളത്.
അതുകൊണ്ട് എന്താ മാപ്പൊന്നും പറയണ്ട പൊക്കോ. അല്ല പിന്നെ ഏതാണ്ട് ഈ ഒരു ഭാഗത്തുണ്ടാവും റാപ്റ്ററാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുത്തനെ ഉണ്ടാവും, ഒന്ന് കൂടുതൽ ആൾക്കാരൊന്നും കാണാറില്ല. നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് പോവാം. ഇവിടെയാണല്ലോ കഴിഞ്ഞ പ്രാവശ്യവും റാപ്റ്ററെ കണ്ടത്. അപ്പോൾ ഏതാണ്ട് ഇവിടെ ഈ ഒരു ഏരിയയിൽ ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു ബലമായൊരു അതാ പോകുന്നത്. വാടാ, ഫൈറ്റ് എടുക്കാൻ വെയിറ്റ് ചെയ്ത് കുത്തിരിക്കാൻ. ഞാൻ റെസ്റ്റ് എടുത്ത് എല്ലാം റെഡിയാക്കട്ടെ, എന്നിട്ട് ഫൈറ്റിന് പോവാം. ഓക്കെ, റെസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇനി റാപ്റ്ററായിട്ടുള്ള ഫൈറ്റാണ്. എല്ലാവരും കാത്തിരുന്ന് കാണുക. എടി 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 പിടി 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 മോനെ, എവിടെ പോന്ന്? എടുക്കടാ അവനെ, അടിച്ചോണ്ടിട്ട് തന്നെ. കിടി പിടി 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 കിട്ടി 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 കിട്ടിയില്ല. ആ പുറത്തടിക്കരുത്, പുറത്തടി. ആ ചാത്ത്. അങ്ങനെ നമ്മൾ നമ്മുടെ ലക്ഷ്യം പൂർത്തിയാക്കി. റാപ്റ്ററെ തട്ടി എന്ന് പറഞ്ഞു. റാപ്റ്റർ എടാ ഇങ്ങോട്ടാ അടുപ്പുക. അതാ പോകുന്നത്. റാപ്റ്ററെ തട്ടി എന്ന് പറഞ്ഞു. അതായത് നമ്മളങ്ങനെ റാപ്റ്ററെ തട്ടി. അതായത് ഒറ്റയ്ക്ക് നടക്കുന്നവനെ നമ്മൾ പിടിച്ചു അണ്ണാക്കിലാക്കി. ഇനി പറഞ്ഞത് ടീറക്സുമായിട്ടുള്ള ഫൈറ്റാണ്. ഇനി ആ ഒരു ഫൈറ്റ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ.